നമുക്കറിയാം ഇന്നലെ നൊമ്പരമായി മാറിയ മിഥുൻ. ആ മകന്റെ മരണത്തിൽ കേരളം മുഴുവൻ തേങ്ങുകയാണ്. തേവലക്കരയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് തീരുമാനമായേക്കും. കുട്ടിയുടെ അമ്മ സുജ വിദേശത്താണ്. അമ്മ നാളെ നാട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. അതേസമയം തന്നെ ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലുമാണ്. സ്കൂളിൽ ബാലാവകാശ കമ്മീഷനും വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി മനോജും ഒപ്പം പ്രജിത് മോഹനും എല്ലാം തന്നെയുണ്ട്. ആദ്യം തന്നെ മനോജിലേക്കാണ്. മനോജ്, ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ഈ സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് പറയാൻ സാധിക്കുക? കാരണം അത്രയേറെ മാനസിക വ്യഥയിലാണ് നമ്മളും. കാരണം ഒരു 13 വയസ്സുകാരൻ്റെ മരണത്തിനാണ് ഈ കേരളം സാക്ഷ്യം വഹിച്ചത്. അതും ആ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ആ ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും ഒക്കെ തള്ളിവിട്ടു നമ്മുടെ ഭരണകൂടം അടക്കമുള്ളവർ. എന്താണ് ഇന്ന് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇന്ന് സ്കൂളിൽ കനത്ത സുരക്ഷയൊക്കെയാണ്. കാരണം ABVP ജില്ലാ ബന്ദിന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു. വലിയ പ്രതിഷേധം ഇന്നലെ മുതൽ മുഴങ്ങിയതാണ്. എങ്ങനെയാണ് ഇന്ന് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഖി, അതുതന്നെയാണ് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഇന്നും അത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം തന്നെ, ഒരു നാടിനെ ഒന്നാകെ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഒരു 13 വയസ്സുകാരൻ്റെ ജീവൻ പൊലിഞ്ഞത്. അതായത് ഈ സ്കൂളിൽ, ഇതാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ, CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റാണ്. ഈ സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമായത്. ഉദ്യോഗസ്ഥരുടെ, അതായത് ഇവിടെയുള്ള അധികൃതരുടെ അനാസ്ഥ മൂലവും അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥ, അത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കേട്ടതാണ്, നാട്ടുകാരടക്കം പറഞ്ഞതാണ്. അത്തരത്തിലൊരു അനാസ്ഥയുടെ ഭാഗമായി ഒരു കുട്ടിക്ക് ഷോക്കേൽക്കുന്നു, കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമെല്ലാം വലിയ പ്രതിഷേധം ഈ ഗേറ്റിന് മുന്നിലുണ്ടായിരുന്നു. ഇന്നും യുവജന സംഘടനകൾ, യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെയോടുകൂടി തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകും. എന്തായാലും പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് വാഹനം ഉൾപ്പെടെ ഈ ഗേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാരിക്കേഡുകളും ഈ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂളിൻ്റെ ഉൾഭാഗം, അതായത് ഈ പ്രിൻസിപ്പളിൻ്റെ റൂമിന് മുന്നിൽ വരെ ABVP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒക്കെ പ്രതിഷേധവുമായി എത്തി. അവരൊക്കെ അവിടെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധം അലയടിച്ചു എന്നുള്ളതാണ്. എന്തായാലും കുഞ്ഞിൻ്റെ വീട്ടിലേക്കടക്കം ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ബാലാവകാശ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്കൂളിലേക്കെത്തും. അതോടൊപ്പം തന്നെ KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ കേസെടുത്തിരുന്നു. അതായത് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് അത് അന്വേഷിക്കും എന്നുള്ള കാര്യമൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. DYSPക്കാണ് അന്വേഷണ ചുമതല. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ബാരിക്കേഡെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധത്തെ നിയന്ത്രിക്കുവാനുള്ള ഒരു സംവിധാനം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ റോഡിന് കുറുകെ ഈ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തെ തടയുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂളിനുള്ളിലേക്ക് വരെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. എന്തായാലും ഈ സ്കൂളിൻ്റെ പരിസരം ഒന്നാകെ തന്നെ ഇവിടെ ജനക്കൂട്ടമായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ, അതായത് BJP ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്കൂളിന് മറുവശത്താണ്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കവാടത്തിന് മുന്നിലാണ്. ഇതിന് മറുവശത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ സൈക്കിൾ ഷെഡും ഉള്ളത്. ആ സൈക്കിൾ ഷെഡിലേക്ക് മിഥുൻ, അതായത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ 9 മണിയോടുകൂടി ക്ലാസ് തുടങ്ങും. അതിനു മുമ്പായി എത്തിയ കുട്ടികൾ ഒത്തുചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ചെരുപ്പ് മുകളിലേക്ക് പോകുന്നതും ആ ചെരുപ്പ് എടുക്കുവാനായി ഈ കുട്ടി ക്ലാസ് റൂമിനുള്ളിലൂടെ ഈ ഷെഡിന് മുകളിലേക്ക് കയറുന്നതും. ഈ കയറുന്ന സമയത്താണ് ഷോക്ക് ഏൽക്കുന്നത്. ആ ഷോക്ക് ഏറ്റതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഷെഡിനോട് ചേർന്ന് തന്നെയായിരുന്നു ആ വൈദ്യുത ലൈൻ പോയിരുന്നത്.
കാരണം അത്രയധികം താഴ്ന്നു കിടന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു KSEBിയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട് എന്നുള്ളത്. കാരണം ഇത്രയധികം, അതായത് ഒരു ഷെഡുമായി അകലം കൃത്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളത് മന്ത്രി തന്നെ പറയുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ അതെല്ലാം കണ്ടതാണ്. അങ്ങനെ ഒരു അനാസ്ഥ KSEBിയുടെയും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം KSEB ജീവനക്കാരെത്തി ഈ പോസ്റ്റിൽ നിന്നുള്ള ഈ വൈദ്യുത ലൈനിലെ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കുമെന്ന് KSEBിയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഷെഡിന് മുകളിൽ വെച്ചാണ് കുട്ടിക്ക് അപകടമുണ്ടായത്, ഷോക്കേറ്റത്. ആ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോഴാണ് കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത്. എന്തായാലും ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ആ മുകളിലേക്ക് പോയപ്പോൾ ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളമാണ് താഴ്ന്ന് ആ ഷെഡിനോട് ചേർന്ന് കിടക്കുന്നതെന്നും. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ ഷെഡ് നിർമ്മിച്ചത് ഒരിടത്തും തന്നെ അനുമതി തേടാതെയോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെയാണെന്ന് മനസ്സിലാക്കാം. കാരണം ആ നിർമ്മാണ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ അകലം അറിയാൻ സാധിക്കുന്നതാണ്. അതൊക്കെ നാട്ടുകാരും പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ നാട്ടുകാരൊക്കെ ഈ കാര്യം പറഞ്ഞതാണ്. തങ്ങൾക്ക് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇത് കാണാൻ സാധിക്കും. പല തവണ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിലൊരു നടപടിയും ഈ സ്കൂൾ അധികൃതർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണം, അതായത് ഈ കുട്ടി അബദ്ധത്തിൽ കയറി അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്, കുട്ടിയെ ആരും പിടിച്ചു കയറ്റിയതല്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരണമുണ്ടായത്. അത്തരത്തിലൊരു 13 വയസ്സുകാരൻ്റെ ജീവൻ പൊലിയുമ്പോൾ പോലും അതിൽ ഈ മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും KSEBിയെ പഴിചാരുന്ന മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റിനെ പഴിചാരുന്ന KSEB ഉദ്യോഗസ്ഥരും, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ശാസ്താംകോട്ട DYSPക്കാണ് അന്വേഷണ ചുമതല. എന്തായാലും ഇതിൽ നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന ചോദ്യം, അതായത് ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥിയെ അയക്കുന്നത് അവൻ്റെ സുരക്ഷ കൂടെ നമ്മൾ കരുതിയിട്ടാണ്. കാരണം ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് സംഭവിച്ചത് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീട്ടിലെ സാഹചര്യം. ഒരു 13കാരൻ്റെ സ്വപ്നങ്ങൾ, അതോടൊപ്പം തന്നെ ആ വീട്ടുകാരുടെ സ്വപ്നങ്ങൾ, അതിനൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ ദാരുണമായിട്ടുള്ള ഈ ഒരു മരണം, അതിൽ ഒരു നാടൊന്നാകെ തന്നെ കണ്ണീരിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള അവരുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ഇടപെടൽ, ഒപ്പം തന്നെ KSEBിയുടെ വീഴ്ച, ഇതെല്ലാം നമ്മുടെ മന്ത്രിമാരും സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിൻ്റെ പ്രതികരണം. അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രജിത്ത് മോഹനൻ കൂടിയുണ്ട്. പ്രജിത്ത്, നമ്മുടെ സർക്കാർ ഈ ഒരു വിഷയം വരുമ്പോൾ എന്തെങ്കിലും പരിശോധനയൊക്കെ നടത്തി അതിനെ ഒതുക്കുന്നു. നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലും അതൊക്കെ തന്നെയാണ് കണ്ടത്. ഏറ്റവും ഒടുവിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ചിത്രമായി നമ്മുടെ മുന്നിൽ ഒരു കുരുന്നു ജീവൻ അറ്റ് വീണു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഒന്നടങ്കം, അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഒന്നടങ്കം നാണക്കേടാണ് ഈ സംഭവം. അതായത് വലിയ നേട്ടമൊക്കെയാണ് നമ്മൾ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലാണ് ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം. ഒരു സ്കൂളിൽ വെച്ചൊരു കുഞ്ഞ്, അവൻ്റെ വീട്ടുകാർ അവനെ വിശ്വസിച്ചൊരു സ്കൂളിൽ കൊണ്ട് ആക്കുന്നു. കുഞ്ഞ് അവിടെ വെച്ചിട്ട് ഷോക്കേറ്റ് മരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഭരണകൂടം തന്നെ പറയുകയാണ് ഇത് KSEBിയുടെ വീഴ്ച, സ്കൂളിൻ്റെ വീഴ്ച, അവർക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മട്ടിൽ. എന്തായാലും 5 ലക്ഷം കൊടുക്കാമെന്നൊക്കെ പറയുന്നത്, ആദ്യഘട്ടത്തിൽ 5 ലക്ഷം കൊടുക്കുമായിരിക്കും, പിന്നീട് ചിലപ്പോൾ വീണ്ടും കൊടുക്കുമായിരിക്കും 5 ലക്ഷമൊക്കെ. പാവപ്പെട്ട കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ പിന്നീട് അവർ മിണ്ടിയെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല പ്രജിത്ത്. രാഖി, ഇതിൽ ഒരു സിസ്റ്റം കൊന്ന ഒരു കുട്ടിയാണ് മിഥുൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതൊരു അപകട മരണമല്ല, ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. കാരണം അതിന് പിന്നിൽ ഒരുപാട് വകുപ്പുകളുടെ വീഴ്ചയുണ്ട്, സർക്കാരിൻ്റെ വീഴ്ചയുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വീഴ്ചയുണ്ട്, പിന്നീട് CPM ഏരിയ സെക്രട്ടറി തന്നെ മാനേജറായിരിക്കുന്ന ആ സ്കൂളിൻ്റെയും വീഴ്ചയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും വീഴ്ചകളിലേക്ക് എടുത്തു വരികയാണെങ്കിൽ KSEBിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു വൈദ്യുതി ലൈൻ ഒരു
സ്കൂൾ കോമ്പൗണ്ടിലൂടെ പോകാൻ പാടില്ല എന്നുള്ളൊരു ചട്ടമായിരിക്കെ, ഒരു സാധാരണ ഒരു സുരക്ഷാ പ്രശ്നമായിരിക്കെ അത് മാറ്റാൻ KSEBയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആകാശത്തൂടെ പോകുന്ന വലിയ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വൈദ്യുതി ലൈനുകൾക്ക് താഴെയുള്ള കൃഷിയിടങ്ങൾ പോലും, ചില വാഴകൾ പോലും വെട്ടിക്കളയുന്ന KSEB അത് കർഷകരെ ദുരിതത്തിലാക്കുന്ന കാഴ്ചയും വാർത്തകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ട് കൂടി ഇത്തരത്തിലൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ KSEBയുടെ സമീപനം അതായിരിക്കെ ഒരു സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് മുകളിലൂടെ വൈദ്യുതി ലൈൻ പോകുന്നു. ആ വൈദ്യുതി ലൈന് കീഴെയായി അനധികൃതമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം പഴക്കമുണ്ട് ആ ഷെഡിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാലമായിട്ടും KSEB അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ അനധികൃതമായൊരു നിർമ്മാണം ഉണ്ടായിട്ട് അത് കണ്ടില്ലെന്ന് നടിച്ചു. രണ്ടാമത്തെ വീഴ്ച വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ വകുപ്പ് സാധാരണഗതിയിൽ സ്കൂൾ തുറക്കും മുമ്പ്, ഈ കഴിഞ്ഞ സ്കൂൾ തുറപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗമൊക്കെ ചേർന്നതാണ്. അന്ന് ചില സർക്കുലറുകളുമൊക്കെ പുറത്തിറക്കിയിരുന്നു. അതിനുശേഷം സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും ഒരു സുരക്ഷാ സമിതി രൂപീകരിച്ച് പ്രാദേശികമായിട്ടുള്ള വിവിധ വകുപ്പുകൾ, ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂൾ അധികൃതർ, പോലീസ് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇത്തരം യോഗങ്ങൾ ചേർന്ന് ആ സ്കൂളിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ വിലയിരുത്തണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് എല്ലാ വർഷവും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിനുശേഷമാണ് ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നൽകേണ്ടതും. അപ്പോൾ ഒരു അനധികൃതമായി നിർമ്മിച്ച ഒരു ഷെഡ് അവിടെ ഉണ്ടായിരിക്കെ ഇത്തരത്തിലൊരു യോഗം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ യോഗത്തിൽ പോലും ഈ വൈദ്യുതി ലൈൻ അവിടെ താഴ്ന്നു കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ചർച്ചയായില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം അതിൽ പോലീസുണ്ട്, പ്രാദേശിക തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരുണ്ടാകാം, അതിൻ്റെ പ്രതിനിധികളുണ്ടാകാം, ജനപ്രതിനിധികളുണ്ടാകാം, സ്കൂളിൻ്റെ അധികൃതരുണ്ടാകാം. അവർക്കെല്ലാം ഈ വിഷയം പറഞ്ഞ് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു സമയമാണ് ഇത്തരത്തിൽ സ്കൂളിൻ്റെ സുരക്ഷാ സമിതി എന്നുള്ളത്. ഈ സുരക്ഷാ സമിതികൾ യോഗം ചേരുന്നത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോൾ അതിന് മുൻപ് അല്ലെങ്കിൽ അതിന് തൊട്ട് അതേ ദിവസങ്ങളിൽ, അതിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഈ യോഗം ചേരുകയും സ്കൂളിൻ്റെ ഈ സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് പൂർണ്ണ തോതിൽ ഈ സ്കൂളിൻ്റെ തുറന്നു കൊടുക്കുന്നതിനും കെട്ടിടത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പോൾ അതായിരിക്കെ ഈ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു, സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ എങ്ങനെ അനുവാദം ലഭിച്ചു? അന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തവരാരും ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയോ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ വീഴ്ച വന്നിരിക്കുന്നു. അതിൽ ഇപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ ഈ ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ട ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ DD അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൽ വീഴ്ച വന്നിട്ടുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇത് നേരിട്ട് മോണിറ്റൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സ്കൂളുകളിലെ പ്രശ്നങ്ങൾ അത് സംസ്ഥാന തലത്തിൽ ചേരുന്ന സമിതി യോഗങ്ങളിലെല്ലാം എത്തുന്നതുമാണ്. അപ്പോൾ അവിടെയും ഈ കാര്യത്തിലൊന്നും, സമീപനങ്ങളിലൊന്നും സ്കൂളുകളിലെ ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ആ സുരക്ഷാ സമിതി യോഗം പോലും വെറും വഴിപാടായി അവസാനിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 3, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽപ്പുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഷെഡ് അതൊരു സ്കൂളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അനധികൃതമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എങ്ങനെ ഈ ഷെഡിന് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി, അല്ലെങ്കിൽ മുന്നേ തന്നെ അതിൽ ഇടപെട്ട് ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു കളയാനുള്ള ഒരു ഇടപെടലിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോവുകയോ അവിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ട് അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയോ ചെയ്യാത്ത ഇടപെടൽ ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും വലിയ വീഴ്ചകളും ഇതിലുണ്ട്. ഇനി നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിലേക്ക് വരാം. കാരണം ഇതിൻ്റെ എല്ലാം ഒരു ഫോർഫ്രണ്ടിൽ നിൽക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റും അവരുടെ രാഷ്ട്രീയ സ്വാധീനവുമാണ്. CPMൻ്റെ ഏരിയ സെക്രട്ടറി തന്നെ മാനേജറായിരിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാധ്യത വരുന്നു. ഒരു കുട്ടികളിലാണ്. ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം ആ സ്കൂളിലെ അധ്യാപകർക്കുണ്ട്, ആ സ്കൂൾ മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറപ്പിന് മുമ്പേ ഇത്തരത്തിൽ കുട്ടികൾക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പറയുന്ന നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്, അവിടെ ഞങ്ങൾ പലകയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളാരും അങ്ങോട്ടേക്ക് കയറാതിരിക്കാനുള്ള വാദമുണ്ട്. പക്ഷേ അത് വെറും കള്ളത്തരമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വെറും കള്ളമാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിൽ പലകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ സൃഷ്ടിച്ചിട്ടില്ല. ക്ലാസ് മുറികളിൽ നിന്ന് നേരിട്ട് കുട്ടികൾക്ക് ആ ഷീറ്റിന് മുകളിലേക്ക് കയറാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന ആരാണ് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എങ്ങനെയാണ് അവിടെ എത്തിയ കുട്ടികൾ, അവിടെ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ പറയുന്ന ആരുടെയും നിരീക്ഷണമില്ലാതെ കുട്ടികൾ ഈ സമയത്ത് ഈ പുറത്തു നിന്ന് അവർ കളിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടികൾ കറങ്ങി നടക്കുന്നു? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഒരു സ്കൂളിൽ നിന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, കുട്ടികൾ സ്കൂളിലെത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ ക്ലാസ്സുകളിൽ കയറുകയും ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. ഇതിനിടയിൽ കുട്ടികളെ മോണിറ്ററൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തതാണ്, നേരത്തെ സൂചിപ്പിച്ച അതേ സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടും ഇതറിയാമായിരുന്നിട്ടും ഇത് പരിഹരിക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല,
ഈ പറയുന്ന രീതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ അവരുടെ രാഷ്ട്രീയം കൃത്യമായി അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഇത്രയധികം വകുപ്പുകളുണ്ട്, ഈ വകുപ്പുകൾക്ക് ആർക്കും ഈ രീതിയിലൊരു പ്രശ്നം ആ സ്കൂളിൽ ആ വൈദ്യുതി ലൈൻ അങ്ങനെ ആ ഷീറ്റിനോട് ചേർന്ന് ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ക്ലാസ് മുറിയിൽ നിന്ന് കുറഞ്ഞത് 3 മീറ്ററിലധികവും അല്ലെങ്കിൽ ആ ഒരു ദൂരപരിധി ഉണ്ടായിരിക്കണമെന്നിരിക്കെ ആകെ 1.7 മീറ്റർ മാത്രമാണ് ദൂരപരിധിയിലാണ് ആ വൈദ്യുതി ലൈൻ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അതുണ്ടായിട്ട് കൂടി മറ്റൊരു രജിത്ത്, അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കും ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മിഥുന്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും എന്ന വിവരം കൂടി ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രജിത്ത്. അതായത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ഈ വിഷയം ഒതുക്കപ്പെടുമോ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പരിശോധന വിധേയമാകേണ്ടതാണ്. നടപടി സ്വീകരിക്കേണ്ടത് ഈ ഷെഡ് അവിടെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാലം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിർമ്മാണം സ്കൂൾ പോലെയുള്ള ഒരു സ്ഥലത്ത്, കുട്ടികളുള്ള സ്ഥലത്ത് തുടരാൻ അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ അതിന് പ്രേരിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം ഈ അധ്യാപികയ്ക്കെതിരെ, പ്രഥമാധ്യാപികയ്ക്കെതിരെ നടപടിയെടുത്ത് ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമമെന്ന് മാത്രമേ നിലവിൽ ഇതിനെ പറയാൻ കഴിയൂ. കാരണം വീഴ്ച സംഭവിച്ചത് ഒരു സിസ്റ്റത്തിനാണ്. ആ വീഴ്ച സംഭവിച്ചതിന് ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ിരിക്കുന്നവർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് സ്കൂളാണ്, കുട്ടികളാണ്. അവരുടെ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ, അതിൽ ഓരോ സ്കൂളിലെയും സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഫിറ്റ്നസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ വർഷമൊക്കെ വലിയ ചർച്ചയായ വിഷയമാണ്. അപ്പോൾ അതിൽ ഇടപെടൽ നടത്താൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനെ മാത്രം, ഹെഡ്മിസ്ട്രസിനെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടോ വിഷയം ഒതുക്കി തീർക്കാവുന്ന ഒരു കാര്യമല്ല ഇത് എന്നുള്ളതാണ്. ഈ പറയുന്ന വകുപ്പുകൾക്കെല്ലാം വീഴ്ച വന്നിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യമല്ല, തുടർച്ചയായി ഇത്രയധികം വർഷം ഈ വകുപ്പുകൾക്കെല്ലാം വീഴ്ച വന്നിട്ടുണ്ട്. അതിലെന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിനെ മോണിറ്റർ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് DDO തലം മുതലുള്ളവർ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നടപടിയെടുക്കാതിരിക്കുന്നു? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മുടെ സിസ്റ്റം ഉത്തരം നൽകിയേ മതിയാകൂ. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസം, വൈദ്യുതി എന്നീ വിഭവങ്ങളോടൊപ്പം തദ്ദേശ ഭരണവും പൊതുമരാമത്ത് വിഭാഗവും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. അതായത് കൃത്യമായ നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ 13 വയസ്സുകാരൻ ഇന്നവൻ ജീവനോടെ അവൻ്റെ വീട്ടിലിരുന്നേനെ, ആ മുത്തശ്ശിക്കൊപ്പം ഇരുന്നേനെ. എന്തായാലും ആ സങ്കടങ്ങളൊക്കെ നമുക്കും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല.